അങ്ങനെ ഛത്തീസ്ഗഡിലെ സെൻട്രൽ ജയിലിൽ നിന്നും നമ്മുടെ കേരള കന്യാസ്ത്രീകൾ പുറത്തിറങ്ങിയിരിക്കുകയാണെന്ന് അവകാശവാദങ്ങൾ പല ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. BJP ആണ് ഇറക്കിയത്, കോൺഗ്രസ് ആണ് ഇറക്കിയത്, CPM ആണ് ഇറക്കിയത്. ആരിറക്കിയാലും ശരി, കുഴപ്പമില്ല. അവർ സന്തോഷത്തോടെ പുറത്തിറങ്ങിയത് സന്തോഷമുണ്ട് എല്ലാവർക്കും. പല ഭാഗത്തു നിന്നും പല രീതിയിലും ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്. കേരളത്തിൽ നിന്നുള്ള MP-മാർ പ്രത്യേകമായി ഇടപെട്ടു. വളരെയധികം പ്രശ്നങ്ങൾ പാർലമെൻറ്റിലും ഒക്കെ ഉണ്ടാക്കി. ഇത് കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ മൊത്തം ചർച്ചാ വിഷയമായി. ലോകത്തിൻ്റെ പല കോണുകളിലും ഇത് ചർച്ചാ വിഷയമായതാണ്. അപ്പോൾ ഇവിടെ നടക്കുന്ന അക്രമങ്ങളും അനീതിയും സ്വജനപക്ഷപാതവും ഒക്കെ ജനങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. ഇന്ത്യയിലെ ആയിരുന്നാലും ശരി, കേരളത്തിലെ ആയിരുന്നാലും ശരി, ബാക്കി ലോക രാജ്യങ്ങളിലെ ആയിരുന്നാലും ജനങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. ഈ അക്രമ സംഭവം എന്ന് പറയുന്നത് ബജ്രംഗ് ദൾ മാത്രമല്ല. ശ്രീരാമസേന ആയാലും RSS ആയാലും പല വേഷത്തിലും പല പേരുകളിലും അവർ അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ അവർ വിചാരിക്കുന്നതേ നടക്കൂ. ഇന്ത്യയിൽ ഇപ്പോഴത്തെ കണ്ടീഷൻ അതാണ്. നിങ്ങൾ ചാനലുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാൻ കഴിയും. അവിടെ ഛത്തീസ്ഗഡിൽ തന്നെ ജീവിക്കുന്ന പല മലയാളി ക്രിസ്ത്യൻ മിഷനറി പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ടവരും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നവരും എല്ലാം വളരെയധികം ഭീതിയിലാണ് കഴിയുന്നത്. ഇനി അങ്ങോട്ട് വളരെയധികം ഭയക്കേണ്ടി വരും. ഈ ഒരു പ്രശ്നം തൽക്കാലത്തേക്ക് ഒന്ന് കെട്ടടങ്ങിയെന്നേ ഉള്ളൂ. അത് ജാമ്യമാണ് കിട്ടിയത്, കേസ് തീർന്നിട്ടില്ല. അതിൻ്റെ പിന്നിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും ഇനിയും. അത് ഛത്തീസ്ഗഡിൽ ഇപ്പോഴേ ഈ പ്രശ്നം കന്യാസ്ത്രീകൾ ഇപ്പോൾ പുറത്തിറങ്ങി ജയിലിൽ നിന്ന്. ഇവിടെ രാജസ്ഥാനിൽ, ഒറീസയിൽ, ഗുജറാത്തിൽ, ബാക്കി UP-യിൽ, അങ്ങനെയുള്ള പല സ്റ്റേറ്റുകളിലും പല സംസ്ഥാനങ്ങളിലും ഇനിയും പ്രശ്നങ്ങൾ ഒരുപാടുണ്ടാവും. കേരളത്തിലെ BJPക്ക് ക്രിസ്ത്യാനികളോട് അനുഭവം എന്ന് പറയുന്നത് അവർക്ക് ഏതെങ്കിലും തരത്തിൽ പാർലമെൻറ്റിലെത്തേക്കോ അല്ലെങ്കിൽ നിയമസഭാ ഇലക്ഷൻ വരുമ്പോൾ നിയമസഭയിലേക്കോ 2-3 MLA-മാരെയോ MP-മാരെയോ അവർക്ക് കിട്ടണം. അതിനുവേണ്ടി വേറെ ആരും BJP-യുമായിട്ട് സഹകരിക്കില്ല. 2 ശക്തമായ മുന്നണികൾ കേരളത്തിലുള്ളത് കൊണ്ട് LDF ആയാലും UDF ആയാലും അതിൻ്റെ ബാക്കിലെ ആളുകൾ നിൽക്കുള്ളൂ. എല്ലാവർക്കും അറിയാം ഇവരുടെ മനസ്സിലിരിപ്പും ഇവരുടെ മനസ്സിലെ വക്രതയും ഓരോ സമുദായങ്ങളോടും ആളുകളോടുമുള്ള വ്യക്തിവൈരാഗ്യവും വെറുപ്പും വിദ്വേഷവും അല്ലേ ഇവർ പ്രചരിപ്പിക്കുന്നത്. അങ്ങനെയുള്ള പാർട്ടിക്ക് ആരെങ്കിലും വോട്ട് ചെയ്യുമോ? ഇപ്പോൾ നിങ്ങൾക്ക് അറിയാം, ഛത്തീസ്ഗഡിൽ എത്രയോ വർഷമായിട്ട് ഇപ്പോൾ ഈ ഗവൺമെൻറ്റാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാക്കുന്നത്. ഇനിയും പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാവും. ഇതുകൊണ്ട് തീരെയൊന്നുമില്ല. ഇവിടെ കേരളത്തിലായിരുന്നാലും പല സഭ